ചേട്ടായി എത്രയായി? 45. തന്റെ വയസ്സല്ലേ ചോദിച്ചു 30 കൊടുത്താൽ മതി. 30 രൂപയ്ക്ക് വല്ല കൈവണ്ടി വരും. പോക്കിരിത്തനം പറയരുത്. കുറെ നാള് ഞാനിത് അതിന് ഞാനെന്ത് വേണം? ഈശ്വര പോട്ടടാ. എന്ത് പോട്ടെ, തണ്ണിച്ചിനെ പോലുള്ളവരെ ഇവരൊക്കെ ചീത്തയാക്കണ. ഇതാണ് വട്ടന്മാരുടെ ഓട്ടത്തിന് ആരും വരാത്തത്. വട്ടന്മാരോ? ആരുദ്ദേശിച്ച അയാൾ അങ്ങനെ പറഞ്ഞേ? എന്തായാലും ഞങ്ങളെ രണ്ടുപേരും ഉദ്ദേശിച്ചല്ല. എന്തിയല്ലേ ഞാൻ കാത്തിരിക്കുന്നു. വട്ട എന്താ നിക്കണേ, വരൂ. അതെ ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഞാൻ ഇവിടുത്തെ ഡോക്ടറാണ് സാമുവൽ. അസുഖമുള്ള എല്ലാരും ഇങ്ങനെ തന്നെയാ പറയുന്നത്. കയ്യിലിരിക്കുന്ന കട്ട് ചെയ്യുന്ന സാധനമാണല്ലേ? അല്ല, ഓപ്പറേഷൻ ഉള്ളത്? പേടിക്കണ്ട, ഞാൻ ഇവിടുത്തെ ഡോക്ടറും തോട്ടക്കാരും ഒക്കെയാണ്. ഇവിടുത്തെ അലക്കുകാരനും തോട്ടിയൊക്കെ സാറ് തന്നെയാണോ? ആവശ്യം വന്നാൽ അത് ചെയ്യാനും ഒട്ടും മടിയില്ല. സേവനത്തിൽ ഇറങ്ങിയ ഈഗോക്ക് സ്ഥാനമില്ല. അതെ, സണ്ണിച്ചനെ എനിക്കറിയാം. വെളിച്ചപ്പാടിനെ എല്ലാരും അറിയും, പക്ഷെ വെളിച്ചെണ്ണ ആരും അറിയില്ല. ഇയാൾക്ക് എന്തോ കുഴപ്പമുണ്ടല്ലോ. ഇയാൾക്ക് മാത്രമല്ല ഇയാൾക്കും. എപ്പോഴും ഉണ്ടാവും. അഞ്ജലി വിട്ടിന് സണ്ണിച്ചൻ എങ്ങും പോവില്ല. അഞ്ജലി തോന്നുന്നു അവരൊക്കെ എന്റെ കൂട്ടുകാരാണ്. ഇങ്ങോട്ട് വന്നേ, വരുന്ന്. ഞങ്ങളെ തല്ലിക്കാൻ വേണ്ടി മനഃപൂർവ്വം അറേഞ്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇതൊന്നും ആയിട്ടില്ല, തുടങ്ങിയിട്ടേ പ്ലീസ്. ഇനി കിട്ടാൻ പോടുള്ളൂ. സംഗതി ഏതാണ്ട് ഒതുങ്ങി എന്നാണ് തോന്നുന്നത്. ഇവനാര് ഭ്രാന്ത് മാറ്റുന്ന കാമദേവനോ? പതുക്കെ പറ, എപ്പ വേണമെങ്കിലും ഇളകാം. ഡോക്ടർ, എന്താണ് അവളുടെ അസുഖം? ഭ്രാന്ത് തന്നെ അല്ല. എന്താ? ഭ്രാന്തൊന്നുമല്ല, ഒരു ഭയപ്പാടിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഹലൂസിനേഷൻ, ഒരുതരം വിഭ്രമം. അതായത് ഭ്രമാത്മകമായിട്ടുള്ള പലതും കാണുക, ശബ്ദങ്ങൾ കേൾക്കുക, ആരൊക്കെ ഉപദ്രവിക്കാൻ വരും തോന്നുക. എപ്പോഴുമില്ല, ചില നേരങ്ങളിൽ നോർമലാവും, പെട്ടെന്ന് സ്വഭാവം മാറും. ഡോക്ടറെ പോലെ. എനിവേ, അവളുടെ മനസ്സിൽ ഒരു രക്ഷകനായിട്ട് സണ്ണിച്ചൻ കയറി കൂടിയിട്ടുണ്ട്. സണ്ണിച്ചനെ കണ്ടാ മനസ്സിലാവോ, ശബ്ദം കേട്ടാ തിരിച്ചറിയോ എന്നൊക്കെ പരിശോധിക്കാൻ വേണ്ടിയാ ഞാൻ വിളിപ്പിച്ചത്. ഗോഡ് ഈസ് ഗ്രേറ്റ്. ഇപ്പൊ എനിക്ക് സമാധാനമായി. അവളുടെ അസുഖം ചികിത്സിച്ച് ഭേദമാക്കാവുന്നേ ഉള്ളൂ. എന്നാലും പൂർണ്ണമായി ഭേദമാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പൂർണ്ണമായിട്ടും ഭേദമാക്കാൻ കഴിയും. ഡോക്ടർ, എന്താ? 36-ലെ പേഷ്യന്റ് ഇതുവരെ ബോധം വീണിട്ടില്ല. ഷോക്ക് എപ്പോഴാ കൊടുത്ത്? 2 മണിക്കൂറായി. ഞാൻ വരുന്നു. അതൻ വീണ്ടും കാണാം. വീണ്ടും കാണാമെന്നോ? കല്യാണം നിശ്ചയിച്ച് തീർത്തിരിക്കുന്ന ചെറുക്കനാ. അടിക്കടി പ്രാന്താശുപത്രി കയറി ഇറങ്ങുന്ന നാട്ടുകാരുണ്ടാ, പിന്നെ അത് മതി. രീതികൾ കണ്ടിട്ട് ഇയാൾ ഇനിയും ചിലപ്പോ ഇവിടെ വരേണ്ടി വരും. അതിന്റെ അർത്ഥം എനിക്ക് വട്ടാണ്. നല്ല എങ്ങോട്ടേ പോന്നെ? ഇങ്ങോട്ട് വന്നേ. രണ്ടെണ്ണത്തിനകത്ത് വട്ട് പിടിച്ചോ. അച്ഛനല്ല സാക്ഷാൽ പോപ്പ് പറഞ്ഞാൽ ഇനി ഇങ്ങോട്ട് വരില്ല. ഈ വട്ടന്മാരുടെ തല്ലുള്ള ഞങ്ങളെ കൊണ്ട് വയ്യ. സണ്ണിച്ചൻ ഇനിയും തല്ലുള്ള ഇവിടെ വരേണ്ടി വരും. ഗബ്രിയേലച്ചൻ പറഞ്ഞുകൊണ്ട് വന്നതല്ലേ, ഇനി നമുക്ക് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ. മാതാവേ, ആര് പറഞ്ഞു? നീനാണോ? അവളെന്നെ കാണരുത്. കവർ ചെയ്യേ, കവർ ചെയ്യേ, കവർ ചെയ്യേ. സണ്ണിച്ച, മേളിലേക്ക് വിട്ടോടോ. സണ്ണിച്ച കണ്ടുട്ടോ. അവളോട് നീ എന്താ പറയാ? വരും, നമുക്ക് ബീച്ചിൽ പോവാന്ന് പറയാം. സോണിയ, സോണി എന്താ ഇവിടെ? ഇവിടുത്തെ റിസപ്ഷനിസ്റ്റ് റോന എന്റെ ഒരു ഫ്രണ്ടാ. അയ്യോ മാതാവേ. ഏയ്, നിങ്ങൾ എന്താ ഇവിടെ? ഞങ്ങള് പിന്നെ ഞങ്ങൾ ഈ തഞ്ചമുചാണ്ടൊന്ന് ഡോക്ടറെ കാണിക്കാൻ വന്നതാ. ഓ ജീസസ്, എന്ത് പറ്റി? ചെറുതായിട്ടൊരു, അയ്യോ, ഇടയ്ക്ക് ഇങ്ങനെ ഒരു ചവിട്ടുന്നൊഴിയൊക്കെ ഉണ്ടേ. വയലന്റ് അല്ലേ? പുള്ളി വയലന്റ് ആണ്, പക്ഷെ ഞങ്ങൾ സൈലന്റ് ആണ്. അതുകൊണ്ടാണ് പുള്ളി അധികം വയലന്റ് ആവാൻ ഞങ്ങൾ സമ്മതിക്കാത്തത്. കല്യാണം കഴിക്കാത്തുള്ള ഡിപ്രഷൻ ആണെന്ന് ഡോക്ടർ പറയുന്നത്. ദാറ്റ്സ് ഓൾ. ഇവിടെ കിടന്ന് കൂടുതൽ പെർഫോമൻസ് കാണിച്ചാലുണ്ടല്ലോ, അവര് ശരിക്കും വട്ടാണെന്ന് പറഞ്ഞ് പിടിച്ചകത്തിടും. ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യും. ഡോക്ടറെ വിളിക്കണം. വേണ്ട, ഗുളിയൊക്കെ എഴുതി തന്നിട്ടുണ്ട്. സോണിയെ പൊക്കോളൂ. ഇപ്പൊ എങ്ങനെയുണ്ട്? രണ്ട് പെടപെടയ്ക്കാൻ തോന്നുന്നു. എന്റെ പെങ്ങളെ യുവന്മാരെന്നെ. സോറി, വട്ട് തുടങ്ങിയ പിന്നെ വാ തുറന്ന തെറിയെ പറയത്തുള്ളൂ. Oh my God. Come on, I'll drop you. Okay. Come on. Okay. Okay. Okay, okay, okay. 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 സോണിയ, സോണിയ, സോണിയ പൊക്കോളൂ. ഞങ്ങളെ വട്ടനെ കൊണ്ട് പുറകെ വന്നോളാം. സാരമില്ല, അല്ലെങ്കിൽ ഞാൻ സണ്ണിച്ചന്റെ വീട്ടിലേക്ക് വരാനിരിക്കായിരുന്നു. എന്തിനാ? സണ്ണിച്ചന് ഞാൻ കുറച്ച് ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട്. ഓ, താങ്ക് യു. ഞാനത് പിന്നെ ഒന്ന് മേടിച്ചോളാം. അത് ജീപ്പിൽ വെച്ചിട്ടുണ്ട്. വരൂ. അല്ല, ഞങ്ങൾക്ക് കുറെ സ്ഥലത്ത് പോകാനുണ്ട്, അതുകൊണ്ട് സോണിയ പൊക്കോളൂ. ഞങ്ങൾ വന്നോളാം. അതൊന്നും പറഞ്ഞൊഴിയണ്ട. നമ്മൾ ഇന്ന് അടിച്ച് പൊളിക്കാൻ പോവാ. Come on. Okay, okay. Okay.
കുറച്ചു നേരം വട്ടനായിട്ട് അഭിനയിച്ചാൽ ഞാനെങ്കിലും രക്ഷപ്പെടും. അഭിനയിക്കോ? നീ എന്നെ വട്ടനാക്കി അടങ്ങല്ലടാ. ഞാൻ അഭിനയിക്കില്ല. അഭിനയിക്കില്ലേ? ഇല്ല. ഉറപ്പാണോ? ഉറപ്പാ. എങ്കിൽ പുതിയ കല്യാണവും ഞങ്ങൾ മുടക്കും. അഭിനയിക്കാം. എങ്കിൽ തുടങ്ങിക്കോ. എങ്ങനെ? കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു എന്നെ കൊയ്യിലാണ് എപ്പോഴാ തുടങ്ങിയത്? എപ്പോഴായിരുന്നതാ? മൂത്ത് തുടങ്ങിയത് ഇന്നലെ സന്ധിക്ക. ഇനി മൂക്കൂടാ എല്ലാത്തിനെയും ഞാൻ അല്ല, സണ്ണിച്ചൻ എവിടെ പോണെന്ന് പറഞ്ഞ്? അത് പിന്നെ കുറച്ച് ഗുളിക മേടിക്കാൻ. ഹ, അതിന് ഏതെങ്കിലും ഒരു മെഡിക്കൽ ഷോപ്പിന്റെ മുമ്പിൽ നിർത്തിയ പോരെ? മതി. 2 കുപ്പി ഫ്യൂറഡാനും കൂടെ വാങ്ങിച്ചോ. ഫ്യൂറഡാൻ ഫ്യൂരിഡാൻ അതെന്തിനാ? കുടിച്ച് ചാകാൻ. ഇതിലും ഭേദം അതാ. എനിക്ക് ചാകണം, എനിക്ക് ചാകണം, എനിക്ക് ഇതെന്താ ചാകണം. ഇങ്ങനെയൊക്കെ പറയണേ? അതാ ഞാൻ പറഞ്ഞത്, എപ്പോഴും ആത്മഹത്യ ചെയ്യണമെന്നുള്ള വിചാര. സൂയിസൈഡ് മാനിയാക്ക്. ആ, എനിക്ക് തോന്നിച്ചവണ് റെയിൽ പാള ഇവിടെ നോക്കാതെ വെടിവെക്ക് ഞാൻ. എന്തെന്ന്? നിന്നെ ഞാൻ പാവത്തിന് തലവേദന സണ്ണിച്ച. ഭ്രാന്തന്മാരാണ് അടിക്കുക. കുഞ്ഞമ്പു അല്ലേ? അതെ, ബുദ്ധിക്ക് ചെറിയൊരു അസുഖം. മെന്റലാ? അല്ല, വാദം. കണ്ടാലറിഞ്ഞൂടെ ഭ്രാന്താണെന്ന്. ആശുപത്രിയിൽ നിന്ന് വരുന്ന വഴിയാ. എന്റെ ദൈവമേ രക്ഷിച്ചു. അല്ലെങ്കിൽ ഈ ഭ്രാന്തൻ എന്റെ പെങ്ങളെ കെട്ടിച്ചു കൊടുത്തേനെ. കല്യാണം കലങ്ങി. ഇങ്ങനെയാണോ ബ്രേക്ക്? ഭൂമി ഇതെവിടാ സ്ഥലം? ഇതേതാ വീട്? വീട് 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 വായി ഇറങ്ങ്. വെറുതെ ഇടടാ. Uncle, I'll definitely call you for my club annual day function. ഒന്നുകൂടെ ഇതുപോലെ പെർഫോം ചെയ്യണേ. വട്ടായിട്ടുള്ള ആക്ടിങ് അസലായി. സണ്ണിച്ച, ഇനി ആ പെണ്ണിനെ കാണാൻ അവിടെ പോവരുത് പ്ലീസ്. ഇനി പോവോ? ഇല്ല. പിന്നെ ഈ ഡ്രസ് ഇട്ടുകൊണ്ട് വേണം നാളെ കമ്പനി പോവാൻ. ഓക്കെ? ഓക്കെ. 1 4 3 ബൈ. 143 ശരിക്കും മട്ടായോ? അവസാനത്തെ ആഗ്രഹമായിരുന്നു ആ പോലീസുകാരന്റെ പെങ്ങള്. അതും പോയില്ലേ? മതം പൊട്ടി ആനയാ. ഇനി പിടിച്ചാ കിട്ടില്ല. അമ്മേ, നോക്കി നിൽക്കാതെ ചേച്ചി എന്ന് പറ. ഇപ്പൊ തന്നെ വേണോ മാലതി? വേണം. ഇല്ലെങ്കിൽ കോളേജുകാർ ഇവിടെ വെച്ച് പൊറപ്പിക്കില്ല. എന്റെ യൂറിൻ ബാഗ് കലങ്ങിന തോന്നണേ. എന്റേത് കലങ്ങിയതല്ലേ ഉള്ളൂ, എന്റേത് പൊട്ടി. ഒന്ന് നിന്നേ. അതെ, അടിക്കടി ഇവിടെ റൗഡികൾ വന്ന് അടിയും ബഹളമൊക്കെ ആയാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാ. അല്ല, ഒരു കോളനിയാവുമ്പോ ഇടയ്ക്ക് ഒരു അടിയും പിടിയില്ലെങ്കിൽ എന്താ രസമുള്ളത്? നിങ്ങൾക്കത് രസമായിരിക്കും, പക്ഷെ ബാക്കിയുള്ളവർക്ക് ഇവിടെ കിടന്നുറങ്ങാൻ പറ്റണില്ല. അന്നൊരിക്കലും ഒരു പീര പെണ്ണ് വന്നു. ഇന്ന് കുറെ കുണ്ടകളും. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? ഒരിക്കലും ഇങ്ങനെ സംഭവിച്ചു പോയി. ഇനി ഉണ്ടാകാതെ നോക്കിക്കോളാം. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. വീട് ഒഴിഞ്ഞു തന്നേ പറ്റൂ. ഞങ്ങള് പുതിയ വീടിന്റെ പ്ലാൻ വരയ്ക്കാൻ കൊടുത്തിരിക്കുക. കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ പണി തുടങ്ങും. പണി തീർന്ന ഉടൻ അങ്ങോട്ട് മാറിക്കൊള്ളാം. എവിടെ വീട് വെക്കുന്നേ? സ്ഥലം വാങ്ങാൻ ലോണിന് അപ്ലൈ ചെയ്യാൻ പോവാ. ആഹാ, കൊള്ളാം. പട മേടിച്ച് പന്തളത്തെ വന്നപ്പോ പന്തളം തങ്കപ്പന്റെ ഗാനമേള. വീട് മാറണമെന്ന്. ഇടി കിട്ടിയപ്പോ മുതലുള്ള ഒരു മൂത്രസംഖ്യ ഞാൻ അല്പം ഒഴിച്ചിട്ട്. അയ്യോ, ദേ യക്ഷി. എന്താ? എന്തു പറ്റി? ഏമ്പക്കം. പെട്ടെന്ന് വീട് മാറെന്ന് പറഞ്ഞപ്പോഴുണ്ടായ ടെൻഷൻ കൊണ്ടുണ്ടായ ഗ്യാസ് ട്രബിളാ. കഷ്ടം. ആസ്ഥാനത്തും വല്ലതും അടി കൊണ്ട് കാണും. തൽക്കാലം നിങ്ങൾ രണ്ടാളും ഇവിടുന്ന് മാറി നിൽക്ക്, അല്ലെങ്കിൽ അവൾ ഇനിയും കൂവും. വായ ഞെക്കി പിടിക്ക്. മൊത്തത്തിൽ ഞെക്കി പിടിച്ചിരിക്കാ. നോക്ക്, ഇനി ഞെക്കി. അയ്യോ, ഇവളെ ഇനി കോളനിക്കാര് കണ്ടാ കെട്ടും കിടക്കെടുത്ത് ഇവിടുന്ന് ഇറങ്ങേണ്ടി വരും. അയ്യോ, എങ്ങനെയെങ്കിലും ഇവിടെ ഇവിടുന്ന് കടത്ത്. നമുക്ക് ഇവിടെ അകത്ത് കയറ്റാം. അത് അപകടമാ. ഇത് ഹോസ്പിറ്റലിൽ നിന്ന് ചാടി വന്ന കേസാ. തിരിച്ചങ്ങോട്ട് എത്തിച്ചില്ലെങ്കിലേ പോലീസും പട്ടാളൊക്കെ ഇവിടെ എത്തും. ശവം പിടിച്ച് കടിക്കണു. എന്തെങ്കിലും ഒന്ന് ചെയ്യടാ. എന്ത് ചെയ്യാനാ? നീ കടിക്കൊള്ളു. തൽക്കാലം നിങ്ങൾ രണ്ടാളും ഇവിടുന്ന് മാറി നിൽക്ക്. എന്തെങ്കിലും പറഞ്ഞ് ഞാൻ അവളെ സമാധാനിപ്പിച്ചോളാം. എന്നിട്ട് വഴിയുണ്ട്. നീ പോയി ഒരു ചാക്ക് പിടിച്ചോണ്ട് വാ. ആക്രി കച്ചവടം തുടങ്ങാൻ. സുഭദ്രാമച്ചേ, സുഭദ്രാമച്ചേ, എന്താ ഈശ്വര? വലിയ ചാക്കുണ്ടോർന്ന് എടുക്കാൻ. എന്തിനാ ഈശ്വര? അത് ഈ കൊല. കൊലയോ? അല്ല, ഈ വലിയൊരു നേന്ത്രക്കൊല കിട്ടിയേ. ഞങ്ങളുടെ കമ്പനിയിലെ ബോസിന് കൊടുക്കാനാ. സാധാരണ ചാക്കിൽ കൊള്ളില്ല. വലിയൊരു ചാക്കുണ്ട് എടുക്കാൻ. അതാ വന്നല്ലോ, ചാക്ക് വന്നല്ലോ. ഇനി എന്റെ പൊന്നുമോളി ചാക്കിനകത്തോട്ട് കയറിക്ക്. അങ്ങനെ
ഇനി ഞങ്ങൾ അഞ്ജലിയെ പൊക്കിയെടുത്ത് ആശുപത്രിയിലെത്തിക്കും. പക്ഷെ ആശുപത്രി എത്തുന്നവരെ ചാക്കിനകത്തുനിന്നൊരു ശബ്ദം പോലും കേട്ടു പോരുത്. കേക്കുവോ? ഇല്ല. ആ. ഇവിടെ ഞാൻ തന്നാ മതിയോ? ദേ നോക്കി ചേച്ചി, ഈശ്വരൻ പറഞ്ഞപ്പോ ഇത്രയും കരുതിയില്ല. ഇതിപ്പോ 3 പേര് പിടിച്ചിട്ട് പൊങ്ങണില്ല. വാ നമുക്ക് നോക്കാം. സണ്ണിച്ച, അയ്യോ കർത്താവെ തന്നെ വിളിക്കണു. പൊന്നു മോളെ മിണ്ടല്ലേ. ഒന്നോട് പൊന്നുമോളെന്ന് വിളിച്ചേ. മിണ്ടല്ലേ നല്ലടി പറഞ്ഞത്. പൊന്നുമോളെന്ന് വിളിക്കേ. പൊന്നുമോളെ, പൊന്നുമോളെ. ആ കള്ളന്മാരെ കൊണ്ടെന്നെ പിടിപ്പിക്കരുത്. സണ്ണിച്ചൻ തന്നെ പിടിച്ചാ മതി കേട്ടോ. അവിടെ പിടിക്കില്ല, അത് വായല്ല. പിന്നെ അയ്യേ, എന്ത് പറ്റി? കൊല പഴുത്തു പോയോ? കൊല വല്ലാതെ പഴുത്തിരിക്കുക. പളപളാന്നിരിക്കുന്നു. കൊല വല്ലാതെ പഴുത്ത് തുടുത്തിരിക്കുന്നുണ്ടാ മോളെ. ഇത്ര വലിയ നേന്ത്രക്കൊല എവിടുന്ന് കിട്ടി? ഒന്നാഴ്ച ഞങ്ങളും കൂടെ കാണട്ടെ. ഒന്ന് കാണിച്ചു കൊടുക്കാം. കെട്ടാൻ പറ്റില്ല. കെട്ടിയവന് അടിക്കാനും പറ്റില്ല. വീഡിയോ പറഞ്ഞ് വാശിക്കാണോ ഞങ്ങളെ കാണിക്കാത്തത്? അയ്യോ, അതെന്ത് ചേച്ചി അങ്ങനെ പറയണേ? ഇതുപോലൊരു കൊല ചേച്ചി കാണിക്കാൻ വേണ്ടി ഞങ്ങൾ നാളെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. പിന്നെ കണ്ണിച്ചാ കൊല കൊടുക്കണേ. പിന്നെ സണ്ണിച്ച, നമ്മളിപ്പോ എവിടെ എത്തി? നമ്മളിപ്പോ നരകത്തിന്റെ പടിവാതിക്കൽ എത്തി നിൽക്കുക. ഇപ്പൊ അകത്തോട്ട് കയറും. ഇപ്പൊണ്ടാരം നമ്മളെയും കൊണ്ടേ പോകുന്ന തോന്നുന്നു. ഈശ്വര, ഒരു വണ്ടി വിളിക്കണോ? ഒരു പോലീസ് ജീപ്പറിന്. അയ്യോ, അതിന്റെ പുറകിൽ ആരുമില്ല. സുഖമായിട്ട് കെട്ടിക്കൊണ്ട് പോയായിരുന്നു. ചൊറിയുന്ന വർത്താനം പറയുന്നു. ദേ നിന്നു. ഇങ്ങോട്ട് വരണു. മിസ്റ്റർ സണ്ണി അല്ലേ? അതെ. ഔറാജിനെ ഞാനിപ്പോ കണ്ടു പിരിഞ്ഞതേ ഉള്ളൂ. മാരേജിന്റെ കാര്യമൊക്കെ സംസാരിച്ചു. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട്. എങ്ങോട്ടാ? ഞങ്ങള് കരുണാലയ ആശുപത്രി വരെ പോവാ. ആക്കാ പ്രശ്നം. പ്രശ്നം ഞങ്ങൾക്കല്ലേ, ചാക്കിനകത്താ. ചാക്കിനകത്തും പ്രശ്നമല്ല, പ്രസന്റ്. ഡോക്ടർക്ക് ഒരു പ്രസന്റ് കൊടുക്കാൻ വേണ്ടി പോവാ. ഒരു ഏത്തക്കൊല. ഡോക്ടർ ഞങ്ങളുടെ ക്ലോസ് ഫ്രണ്ടാണ്. ആഹാ, ഞാനും അങ്ങോട്ടാ. അവിടുത്തെ ഒരു പേഷ്യന്റ് മിസ്സിംഗ് ആന്ന് പറഞ്ഞ് ഡോക്ടർ സാമുൽ വിളിച്ചിരുന്നു. പ്രസന്റ് വണ്ടിയിലോട്ട് കയറ്റിക്കോ, ഞാൻ കൊണ്ടുവിടാം. വേണ്ട, ഞങ്ങൾ നടന്നോളാം. ഒരു എക്സസൈസ് ആകുമല്ലോ, അതാ ഞങ്ങൾക്ക് ഇഷ്ടം. ചാക്ക് ചുവന്നാണ് എക്സസൈസ്. അവറാച്ചന്റെ മരുമനെ വഴിയിൽ വിട്ടിട്ട് പോകാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഞങ്ങൾ നമ്മളെ ബന്ധാതാ. ആകര് ഞാൻ കൂടെ ഞങ്ങൾ കയറ്റിക്കോളാം. ഞങ്ങൾ കയറ്റിക്കോളാം. മുഴുവൻ എനിക്ക് തരാതെ